നൈസ് സെമി ക്രഷ്ഡ് സിൽക്കിൽ വരുന്ന ഒരു കളക്ഷനാണ്. കാഷ്വൽ ഫോമിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. കളർ ഷീറ്റ്സ് വരുന്നത് ഇതുപോലെയാണ്. വർക്ക് ഇതുപോലെ വയ്ക്കും. സിമ്പിൾ സെൽഫ് കളർ വർക്കാണ് അത് യൂസ് ചെയ്തേക്കുക. ഡീറ്റെയിൽസ് കാണാം. വൺ നല്ലൊരു ഗ്രീൻ ഗ്രാം കളറാണ്. ഇതെല്ലാം ടൂ ടോൺ ഫീല് വരുന്ന എഫക്റ്റ് വരുന്ന കളർ ഷെയ്ഡ്സുകളാണ്. കളർ ഷെയ്ഡ്സ് എല്ലാം ഫാബ്രിക്കുകളാണ്. ഇതിലെല്ലാം ഇതിൽ 2 ഡിസൈൻസ് കാണിക്കുന്നുണ്ട്. രണ്ടും ഒരേ ഫാബ്രിക്കാണ്. സെമി ക്രഷ്ഡ് സിൽക്കിലാണ് വരിക. ഇതിൽ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ബേസ് കളറിനോട് തന്നെ സിമിലർ ആയിട്ട് അതിൻ്റെ ലൈറ്റും ഡാർക്കും കോമ്പിനേഷനാണ് എംബ്രോയിഡറി കൊടുത്തേക്കുക. ചെറിയൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് വേണമെങ്കിൽ മ്യൂസിയം അല്ലെങ്കിൽ ഒരു കാഷ്വൽ ഫോം, മെയിൻലി കാഷ്വൽ ഫോം ആണ്. സിമ്പിൾ വർക്കാണ് കൊടുത്തേക്കുക. ആൻഡ് ലൈറ്റ് വെയിറ്റ് ആണ് ഫാബ്രിക്. അധികം ചൂടൊന്നും എടുക്കൂല. ഇതാണ് ദുപ്പട്ട. സ്കാലപ്റ്റ് ആണ് ബോർഡർ. ദുപ്പട്ടയിൽ സ്പ്രെഡ് ചെയ്താണ് എംബ്രോയിഡറി. സോ ഇതാണ് സെക്കൻഡ് കളർ വന്നിരിക്കുന്നത്. ഇതും ചെറിയൊരു ടൂ ടോൺ ആണ്. ലൈറ്റ് അടിക്കുമ്പം നമ്മളിങ്ങനെ നോക്കും തന്നെ മനസ്സിലാവും. എല്ലാത്തിലും ചെറിയ ടൂ ടോൺ വരുന്നുണ്ട്. അതിൻ്റെ ഇച്ചിരി വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു ബ്രിക്കും അതിൻ്റെ അകത്തൊരു വൈൻ റെഡിൻ്റെ ഒക്കെ മിക്സ് വരുന്ന പോലത്തെ ഒരു ഇച്ചിരി വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന കളർ ഷെയ്ഡാണ്. പാറ്റേൺ ഓഫ് വർക്ക് സെയിം തന്നെ. നല്ല ലെങ്തും വിഡ്ത്തും ഒക്കെ വരുന്നത്. നമ്മുടെ ഓൺ ഡിസൈൻ്റെ അതേ ലെങ്തും വിഡ്ത്തും വരുന്ന ഡിസൈനാണ്. സെയിം കളർ ബോട്ടമാണ് പെയർ ചെയ്തേക്കുക. സെമി ക്രഷ്ഡ് സിൽക്ക് 995 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. സോ അപ്പം തേർഡ് കളറ് ഈ ഒരു ഡാർക്ക് ഓർക്കിഡ് കളറാണ്. ഓർക്കിഡിനകത്ത് ചെറിയൊരു വയലറ്റ് ബ്ലണ്ടാണ്. അതിൽ എംബ്രോയിഡറിയിലപ്പം ലാവൻഡറും വയലറ്റും കോമ്പിനേഷൻ ആണ്. അതായത് ബേസിനോട് ഓൾമോസ്റ്റ് മാച്ചിങ് ആവുന്ന കളർ കോമ്പിനേഷൻസ് ആണ് എംബ്രോയിഡറിയിൽ കൊടുത്തേക്കുക. ലൈറ്റ് ആണ് ക്രഷ്ഡ് ഫോം ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. നല്ല കംഫർട്ടബിൾ ഫാബ്രിക് ആണ്. അത് ഒത്തിരി സ്റ്റിഫല്ല. നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇങ്ങനെ വണ്ണമുള്ളവരെയൊക്കെ സംബന്ധിച്ച് ഒതുങ്ങിക്കിടക്കണം. അപ്പം അങ്ങനെയുള്ള ഇങ്ങനെ ഒതുങ്ങിക്കിടക്കും സ്റ്റിച്ച് ചെയ്താൽ. അങ്ങനത്തെ ഫാബ്രിക്കാണിത്. ഇതാണ് എൻ്റെ ദുപ്പട്ട. ദുപ്പട്ടയിലും അതായത് ഒരു കൈൻഡ് ഓഫ് സ്പെഷ്യൽ ക്രോസ് സ്റ്റിച്ച് വർക്കാണ് ദുപ്പട്ടയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തേക്കുക. സ്കാലപ്റ്റ് ആണ്. അതിൽ കുറച്ചും കൂടെ ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ലൈറ്റ് കളർ ഷെയ്ഡിലാണ് സ്കാലപ്റ്റ് പോയേക്കുക. വിത്ത് സെയിം കളർ സാൻഡൂൺ ബോട്ടം. ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അതിൽ എംബ്രോയിഡറി കോമ്പിനേഷൻ ചെറിയൊരു മൾട്ടി കളറാണ്. സെയിം വർക്കാണ്. ആ ഒരു ടൈപ്പ് ഓഫ് ക്രോസ് സ്റ്റിച്ച് വർക്കാണ്. ബട്ട് അതിൽ കളർ കോമ്പിനേഷനിൽ ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ട്. ഇതിൽ ഓഫ് വൈറ്റ്, പിങ്ക്, ഒണിയൻ ആ ഒരു 3 കോമ്പിനേഷൻസിലാണ് ക്രോസ് സ്റ്റിച്ച് പോയിരിക്കുന്നത്. മൾട്ടി കളർ കോംബോയാണ്. ദുപ്പട്ടയിൽ വരുമ്പം സെയിം കളറിൽ തന്നെയാണ് പോയിരിക്കുന്നത്. ഫാബ്രിക് സെയിം സെമി ക്രഷ്ഡ് സിൽക്ക് ഫാബ്രിക്കിൽ തന്നെയാണ് വന്നേക്കുക. അതിൻ്റെ ലൈറ്റ് ഫോമിൽ തന്നെയാണ്. എൻ്റെ ബോർഡർ സ്കാലപ്റ്റ്. സെയിം കളർ ബോട്ടം. ഇതൊരു 2 ടോൺ ഗോൾഡൻ ബ്രൗൺ ആണ് കളർ. സോ ലാസ്റ്റ് കളർ ഈ ഒരു നമ്മൾ മുന്നേ കണ്ട ആ ഒരു ഓർക്കിഡ് വയലറ്റ് തന്നെയാണ്. അതിലെ കോമ്പിനേഷൻ നമ്മളിപ്പം കണ്ട സെയിം കോംബോ തന്നെയാണ് മൾട്ടി കളറിൽ കൊടുത്തേക്കുന്നത്. ഓഫ് വൈറ്റ്, പിങ്ക്, ഓണിയൻ ആ 3 കോമ്പിനേഷൻസിലാണ്. വിത്ത് ഗ്രീൻ ലീഫിന് ഗ്രീനിൻ്റെ കോമ്പിനേഷൻസ് കൊടുത്തേക്കുന്നു. ശ്രീവാട്ടെ സീക്വൻസ് ഉണ്ട്. സെമി ക്രഷ്ഡ് സിൽക്ക് ഫാബ്രിക്. നല്ല വിഡ്ത്തും ലെങ്തും ഉണ്ട്. ഒതുങ്ങിക്കിടക്കും. ലൈറ്റ് വെയിറ്റ് ഫാബ്രിക് ആണ്. ഇത്രയും ഡിസൈൻസേ ഇതിൽ വരുന്നുള്ളൂ. ലോ റേഞ്ചുമാണ്. ഇതാണ് ദുപ്പട്ട. ദുപ്പട്ടയും അത്യാവശ്യം കാഷ്വൽ ഫോം, നല്ല കംഫോർട്ട്, നമ്മുടെ ഷിഫോണൊക്കെ കിടക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ കിടക്കുന്ന ദുപ്പട്ടയും ടോപ്പുമാണ്. 995 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇത് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള കളേഴ്സ് അല്ലെങ്കിൽ ഡിസൈൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി. താങ്ക് യു.